ഹായ് ഫ്രണ്ട്സ്, കാറ്റായി വീശി തുടങ്ങിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോൾ കൊടുങ്കാറ്റായി ആഞ്ഞടിക്കുകയാണ്. ഇന്ന് പ്രഗത്ഭരായ 2 വൻമരങ്ങൾ കടപുഴകി വീണു. ചലച്ചിത്ര അക്കാദമി സ്ഥാനത്ത് നിന്ന് ശ്രീമാൻ രഞ്ജിത്തും അമ്മ സംഘടനയുടെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നടൻ സിദ്ദിഖും രാജിവെച്ചു. ഇതിൽ രഞ്ജിത്തിന്റെ രാജി പ്രതീക്ഷിച്ചിരുന്നതാണ്. ബംഗാളി നടിയുടെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം രാജിവെക്കുമോ പുറത്താക്കുമോ എന്ന് മാത്രമേ അറിയേണ്ടിയിരുന്നുള്ളൂ. പക്ഷെ നടൻ സിദ്ദിഖ് അത് ഏറ്റവും പുതിയ സംഭവ വികാസമാണ്. ഒരു വിധം പറയാൻ ഇന്നത്തെ താരം എന്ന് പറയുന്നത് നടൻ സിദ്ദിഖാണ്. 2016 സിനിമയുടെ ഡിസ്കഷൻ എന്ന് പറഞ്ഞ് ഒരു യുവനടിയെ തിരുവനന്തപുരത്തെ ഹോട്ടലിലേക്ക് വിളിക്കുകയും അവിടെ വെച്ച് പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ളതുമാണ് സംഭവം. ഇന്നലെ മനോരമ ന്യൂസിൽ ആ നടി രംഗത്ത് വരികയും സത്യം തുറന്നു പറയുകയും ചെയ്തു. ഞാൻ ഒരിക്കൽ പറഞ്ഞിരുന്നു, മീ ടു ക്യാമ്പയിൻ പോലെ പുതിയ പുതിയ വെളിപ്പെടുത്തലുകൾ ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ വിഗ്രഹങ്ങളൊക്കെ തകർന്ന് വീണുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ തന്നെ ശ്രീമാൻ സിദ്ദിഖിനെ പറ്റി ആലോചിച്ച് നോക്കിയേ. മലയാള സിനിമയിൽ ഏത് സിനിമ എടുത്താലും അദ്ദേഹമുണ്ട്. മോഹൻലാൽ നായകൻ, സിദ്ദിഖ് വില്ലൻ. മമ്മൂട്ടി നായകൻ, സിദ്ദിഖ് വില്ലൻ. ഇനി വില്ലൻ വേഷം ഇല്ലെങ്കിൽ പോലും ഒരു റോള് സിദ്ദിഖിനുണ്ട്, ഉണ്ടായിരിക്കും. അതാണ് ആ പവർ ഗ്രൂപ്പിന്റെ പവർ. ശരിയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അദ്ദേഹം ഇല്ലാത്തൊരു സിനിമയുണ്ടോ? അല്പം പുറകോട്ട് പോയാൽ നടിയെ ആക്രമിച്ച കേസിൽ ഇരയ്ക്കൊപ്പം നിൽക്കാതിരിക്കുകയും വേട്ടക്കാരനൊപ്പം അതിശക്തമായി നിലകൊള്ളുകയും ചെയ്ത ആളാണ് ശ്രീമാൻ സിദ്ദിഖ്. ആരും മറന്നിട്ടുണ്ടാവുകയില്ല. അല്പം കൂടി പുറകോട്ട് പോയാല് അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. അതില് ആത്മഹത്യ പ്രേരണ കുറ്റമാണോ അതോ കൊലപാതകം സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് പോലും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ക്രിമിനൽ ഒഫൻസിന് ഒരിക്കലും ടൈം ലിമിറ്റ് ഇല്ല. പണ്ട് നടന്നതാണെങ്കിൽ പോലും സംശയം തോന്നിയാൽ തെളിവുകളുണ്ടെങ്കിൽ അന്വേഷിക്കാവുന്നതാണ്, അന്വേഷിക്കേണ്ടതാണ്. ഇങ്ങനെയുള്ളൊരു ഷേഡി ക്യാരക്ടറിന്റെ സ്വഭാവം തീർച്ചയായിട്ടും അതെ. പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ. ഇനിയും പല പല വിഗ്രഹങ്ങളും വീണുടയുവാനുണ്ട്. നമുക്ക് കാത്തിരിക്കാം.